ഇതിലേതെങ്കിലും ഒരു വീടാണ്. രാവിലെ തന്നെ ഇറങ്ങല്ലേന്ന് പറഞ്ഞിട്ട് അച്ഛനെ നമുക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ കാക്കി കിട്ടുന്നു. ഇന്നത്തെ നമ്മളുടെ ഒരു ഓട്ടമാണ്. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഷൊർണൂരിലേക്കൊരു ട്രെയിൻ യാത്ര പോയല്ലോ, ഓട്ടയാത്ര. അപ്പോൾ ഈ ട്രെയിൻ യാത്ര പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രെയിനിൽ നിന്നാണ്ട് എന്തോ പൊടി അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊടി നല്ല രീതിയിൽ 2 വട്ടം കയറിയായിരുന്നു. 2 വട്ടം നമ്മൾ ശ്വസിച്ചേക്കാണ് ചെയ്തത്. അല്ലാതെ നമ്മുടെ കയ്യിൽ അപ്പോൾ കർച്ചിഫ് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതൊന്ന് ആര്യക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് പൊടി തിന്നൊന്ന്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കഫക്കെട്ട് കൂടിയേക്കുവാണ്. കഫക്കെട്ടുണ്ട്. അപ്പോൾ തലവേദനയുണ്ട് ചെറുതായിട്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെറിയ രീതിയിൽ രാവിലെ എണീക്കാനും വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് കുറച്ച് നേരത്തെ എന്നും ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങേണ്ട എഴുതിയിട്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ 9 കാലമായി. ചായ കുടിക്കുക. ചായക്ക് ഒരു കട്ടൻ ചായ ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. അത് കൂട്ടി കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത്. പിന്നെ ആര്യൻ്റെ കൂടെ ചായ അടിച്ച് കുത്തിരിക്കണം. ലൈറ്റ് കണ്ടിട്ടില്ലേ, നല്ല കാണുള്ളൂ ആര്യനെ. അപ്പോൾ വാട്ടാ ഓക്കെ സ്കൂൾ പോലെ. പിന്നെ ആര്യക്കും തന്നെ ചെറിയൊരു പനിൻ്റെ ഒരു ലക്ഷണം വന്നായിരുന്നു. പിന്നെ അത് നമ്മുടെ കയ്യിൽ മരുന്നൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ കൊടുത്തു കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂമൻ എവിടെയെന്ന് ചോദിച്ച ആളുകളുണ്ട്. കൂമൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. കൂമനെ നമ്മൾ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, അത് കൊടുക്കും, നമ്മൾ കൊടുക്കും, വണ്ടി കൊടുക്കുന്നതാണ്. അത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വണ്ടി നോക്കണം. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല വണ്ടി 4 വീലർ തന്നെയാട്ടോ നോക്കണം. ഓട്ടോറിക്ഷയല്ല, 4 വീലർ നോക്കണം. അത് ഞാൻ വല കൂരി എടുത്ത് മാറ്റട്ടില്ല. ഇതിങ്ങനെ ഇടുന്നത് എന്താ വെച്ചാൽ പൂച്ച വന്ന് ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്മാർ വന്ന് മൂത്രം ഒഴിക്കുകയും ഇതിൽ ചവിട്ടിരപ്പാക്കുകയും അത് കടിച്ച് കീറുകയും മാന്തി പൊളിച്ച് സീറ്റാക്കണ്ട അത്തരത്തിലൊക്കെ കാട്ടൂല്. ചങ്ങന്മാരെ ഞാൻ പോവുകയായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൽ പാലത്തിങ്ങ് നിൽക്കുകയാണ്. ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെയോ വലിയൊരു പദ്ധതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മൾക്ക് വേറെ വഴിക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊക്കെ ഒന്ന് നടക്കുന്നു. ഇവിടെ നല്ല രസം അവിടെ ഇരിക്കാനേ. ഞങ്ങളാ ഫ്രണ്ടിലേക്കുള്ള കാഴ്ച ഉണ്ട്. നല്ല പച്ചപ്പും ഹരിതാപമാണ്. നല്ല നെൽപ്പാടമാണ്. നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച. ഇവിടെ ഒരു പാലം. ആ ഒരു പാലത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച. അതിമനോഹരമായിട്ടുള്ള സംഭവമാണ്. 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങണേ. 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഇപ്പൊ സമയം 10 മണി. ഇവിടെ ഇരുന്നാണ്ടേ നമ്മളെ ഫ്രണ്ടിന്റെ അച്ഛൻ രാവിലെ തന്നെ ഇറങ്ങല്ലേന്ന് പറഞ്ഞിട്ട് അച്ഛനെ നമുക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ഛനാണ് പോണേ. ഫ്രണ്ടിന്റെ അച്ഛനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ അച്ഛനും അമ്മ തന്നെയാണ് വിളിക്കാറ്. അപ്പൊ നമ്മുടെ ലൈന് നല്ല തീവണ്ടിയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നൈസായിട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് തിരിയാം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഓട്ടം ഏറെ വൈകിട്ടാണ് വന്നത്. എത്ര രൂപ കൂടും എങ്ങനെ ഓടും അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ ഒന്നിലേറെ എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ തല ഇവിടെ അങ്ങനെ ഈ ഒരു സൈഡിൽ ചെറിയൊരു വേദന ഉണ്ട്. ഞാനതാ പിന്നെ അവിടെ കുറച്ച് കൂടി ഇരുന്നത്. തീരെ വയ്യാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഓടൂല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. 10:03 നമ്മൾ സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഫസ്റ്റ് ഗ്യാപ്പിലാണ്. അപ്പൊ നമ്മൾക്ക് ആരെയാണ് ഫസ്റ്റ് കിട്ടുകയെന്ന് അറിയില്ല. നമ്മൾക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വേണം നമ്മൾ ഇരിക്കുക. ലോക്കൽ മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മളെ നൻപം വരുന്നുണ്ട് പ്രേത്ത്. ഇപ്പൊ ഒന്ന് കയറും. ഇരിക്കെ അവിടേക്കല്ല, അതിന്റെ അപ്പുറത്തേക്ക് കിട്ടും. അത് ഇതിപ്പോ ഇങ്ങോട്ട് മാറിയെന്നുകൊണ്ട് ഇപ്പൊ അന്നെ അതിന് കൊള്ളാതെ വെക്കൂല. അപ്പൊ അങ്ങനെ അടുത്ത ട്രിപ്പേ നല്ലതാണ്. ഇത് എപ്പോഴത്തെ എല്ലാവരും ഇപ്പൊ തന്നെ എത്തിയിട്ടുള്ളൂ. നാട്ടിൽ നിന്നൊക്കെ ട്രിപ്പ് ഉണ്ട്. നോക്കാം, നമുക്ക് സ്റ്റാൻഡാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റാൻഡിൽ നിന്ന് ആരെങ്കിലൊക്കെ വരും നമ്മളെ കൊണ്ടുപോവാൻ. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വീടാവാം. വീടാണ്. സ്കാനർ എവിടെ സ്ഥലം? ഇവിടെ ജോലിക്ക് വന്നോ? പാലക്കാട് എവിടെ? വടക്കഞ്ചേരി. വടക്കഞ്ചേരിക്കാരനാണ് അപ്പൊ അല്ലേ?
അപ്പൊ നമ്മൾക്കൊരു വടക്കാഞ്ചേരിക്കാരനെയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്തോ ജോലിക്ക് വന്നതാണ്. അവിടെ കാണുന്ന തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന 2 വീടുണ്ട്, ആ വീട്ടിലേക്കാണ്. അങ്ങനെയെങ്കിൽ അതൊക്കെ നമ്മൾ ഇനി 30 രൂപ നമുക്ക് കൈ നീട്ടാം. ഇത് റിവേഴ്സ് പോകണം, അവിടെ തിരിക്കാനുള്ള കാര്യത്തില്ല, നേരെ റോട്ടിൽ കൊണ്ടുപോയി ചാടിക്കണം. ഞാൻ പണ്ട് ഡെക്കറേഷനിൽ ജോലി ചെയ്തിരുന്നു പറഞ്ഞില്ലേ, എന്റെ ഡെക്കറേഷനാണ് ആ കാണുന്നത്. സുമംഗലി ഡെക്കറേഷൻ. എന്റെ മുതലാളിയൊക്കെ ഉണ്ടാകും അവിടെ. അതിന്റെ ഒക്കെ ഉള്ള നമ്മള് പോവാ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ടൈം കുറച്ച് വേസ്റ്റ് ആവും നമുക്ക്. മുതലാളി ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് 30 രൂപ കിട്ടിയിരിക്കുകയാണ്. നമ്മളിനി അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം. പോകുന്ന പോക്കിൽ നമുക്ക് ട്രിപ്പൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം എന്താ വെച്ചാല് നമ്മൾ അത്ര കണ്ട് ദൂരം പോന്നിട്ടില്ല. അങ്ങാടിയിൽ നിന്നൊരു 700 മീറ്റർ അങ്ങാണ്ട് പോകുന്നുള്ളൂ. 700 മീറ്റർ പോന്നിട്ടുണ്ട്, അല്ലെ 600 മീറ്റർ പോന്നിട്ടുള്ളൂ. ഇത്തരം ലോക്കലുകളാണ് നമുക്ക് ലാഭകരമായിട്ടുള്ള ലോക്കൽ. അതായത് 1 കിലോമീറ്ററിന്റെ ഉള്ളിലേക്ക് വരുന്ന ലോക്കലുകൾ ഉണ്ടല്ലോ, 30 രൂപ, അതാണ് നമുക്ക് ലാഭകരം. പക്ഷെങ്കിൽ അത് അങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കണം, അപ്പോഴേ നമുക്ക് പൈസ ആവുള്ളൂ. അല്ലാന്നാണെങ്കിൽ നമുക്ക് പൈസ ആവില്ല. നമുക്ക് വൈകിട്ട് എണ്ണുമ്പോഴേക്ക് ഒന്നും ഉണ്ടാവില്ല. രാവിലെ കൊണ്ടുവന്ന് നിർത്തിയതിനേക്കാൾ കുറച്ചും കൂടി ബാക്കിലേക്ക് നമ്മുടെ ലൈന് നീണ്ടേക്കുവാണ്. ഇപ്പോ നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് എത്തിട്ടോ. ഓ മൈ ഗോഡ്, നമ്മൾക്ക് അങ്ങനെ ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിലൊരു അമ്മ ഉണ്ട് കേട്ടോ. ആ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട്. അമ്മ എന്താ ചാവി എന്താ മറന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേന്റെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഞാൻ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് പാലക്കാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു നമ്മുടെ നാട്ടിലൊരു വില്ലേജ് ഏരിയ, ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ കോളനി എന്നൊക്കെ, അങ്ങനത്തെ സ്ഥലം. പിന്നെ ഇവിടേക്ക് പൊതുവെ കോളനി തന്നെയാണ് അവര് പറയുന്നത്. സ്ഥലത്തിന് പേരായിട്ട് തന്നെ അങ്ങനെ ഉണ്ട്. ഏതായാലും ഇനി ഇവിടുന്ന് റിട്ടേൺ പോകുമ്പോൾ നമുക്ക് എല്ലാം മടക്കം കിട്ടുമെന്ന് നോക്കാം. മടക്കം അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രിപ്പ് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന വഴി നമ്മളുടെ റോഡ് തന്നെയാണ്, കാളികാവ് റോട്ടിലേക്ക് നമ്മൾ കയറിയിട്ട് പോവാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ റോട്ടിൽ ധാരാളമായിട്ട് ആളുകൾ ഇറങ്ങി നടക്കേണ്ടതാണ്. അപ്പൊ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 3 ആളെ മടക്കം കിട്ടിയിരിക്കുവാണ്. 4 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരെ നമുക്ക് 10 രൂപ മതി. ഇപ്പൊ 3 ആള് കയറിയതുകൊണ്ട് നമുക്ക് 30 രൂപ കിട്ടും. സ്റ്റാൻഡിൽ വണ്ടി കുറവായതുകൊണ്ട് നേരെ സ്റ്റാൻഡിലേക്ക് കയറ്റിടാം. സ്റ്റാൻഡിൽ ഇപ്പൊ ഒന്ന് വണ്ടി ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ ഒരു ട്രിപ്പ് പോയില്ലേ, ഇതിനിപ്പോൾ എനിക്കൊരു 45 റുപ്യ ലാഭം കിട്ടിയ ട്രിപ്പായിരിക്കാം. ഒരു 15 റുപ്യൻ്റെ എണ്ണ നമുക്ക് ചിലവെന്ന് കൂട്ടാം. സാധാരണ നമ്മൾ ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ പോവുകയാണെങ്കിലും അല്ലാതെ പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ പൈസ ചിലവല്ലേ കൂട്ടുള്ളൂ. ഈ ടയറിന്റെ തേയ്മാനോ അല്ലെങ്കിൽ വണ്ടിയുടെ തേയ്മാനോ നമ്മൾ വല്ലാതെ കണക്കിലാനപ്പെടുത്താറില്ല. അങ്ങനെയെങ്കിൽ എണ്ണ ചിലവ് നമുക്കൊരു 15 റുപ്യൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അതിന് നമുക്ക് അങ്ങോട്ട് തന്നെ 30 കിട്ടി, ഇങ്ങോട്ടൊരു 30 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് 45 രൂപ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് പോക്കറ്റിൽ കിടപ്പുണ്ട്. ഇത് എല്ലാ ട്രിപ്പിനും ഇങ്ങനെ ആവില്ല, നഷ്ടം പറ്റുന്നതുണ്ടാവും, ലാഭം കിട്ടുന്നതുണ്ടാവും. അപ്പൊ നമ്മുടെ വണ്ടിന്റെ ഫ്രണ്ടിലായിട്ട് വഹാബാക്കാന്റെ വണ്ടിയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലൈനിൽ വണ്ടി തള്ളാതെ ഇടുക എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കാനോ വേറെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ വണ്ടി ഇട്ടിട്ട് പോകും. അങ്ങനെ പോകുന്ന വണ്ടികളെ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ മറിച്ചിടും. നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പിലേക്ക് വേണം നമ്മുടെ വണ്ടിനെ കൃത്യമായ ഇതിൽ മറിച്ചിടും. ഓക്കെ, അവിടെ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ വണ്ടി കുറച്ച് റോട്ടിലായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ റെഡിയാവും. ചായ കുടിക്കാൻ പോവാണ്. എൻ്റെ ചായ കമ്പനികളാട്ടി പോണതൊക്കെ. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം എന്ന് പറയാൻ 11 മണി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചായ കുടിക്കാം. ഞാൻ രാവിലെ 3 ചപ്പാത്തി തിന്നതാണ്, വഹാബാക്കയും റഷീദാക്കയും. ഓക്കെ, ഏയ് വണ്ടിക്ക് കട്ടക്കല്ലിട്ടാ. ചായൻ്റെ പീറയും പുതിയ തീരും. പോണ വൈക്ക് ഇങ്ങനെ മൈൻഡൊക്കെ വെച്ചിട്ടേക്കാണ്. സ്റ്റാൻഡിനകത്തേക്കാണ് ഞങ്ങൾ പോയോണ്ടിരിക്കണം. പക്ഷേങ്കിൽ യാതൊരു വിധ അനക്കം ഇവിടെ കാണാനല്ല കേട്ടോ. ആളുകൾ വളരെയധികം കുറവാണ്. സ്റ്റാൻഡിൽ ആളുകൾ തന്നെ അല്ല. അപ്പം ഇന്ന് ഓട്ടം വളരെ കുറവ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഓട്ടം മോശമാണെന്ന്. ബസ്സിനും ആളില്ലോണ്ട്. ഇനി ഹോട്ടലിൽ ചെന്ന ഹോട്ടലിൻ്റെ മുതലാളിയും പറയും ആളില്ലാന്ന്. ഉള്ളിവട, പൊറാട്ട വേണ്ടതല്ലോ, പൊറാട്ട വേണ്ട. അഞ്ചേർക്ക് പോയിന് ഇങ്ങോട്ട് വാവേ. ഞാനിതിലെങ്ങനെ പാസ്സായപ്പോഴേ നമ്മളുടെ ഒരു സൗണ്ട്, എന്റെ സൗണ്ട് പോലെ തോന്നണേ. കോഴിക്കോട് ഒരു വണ്ടിക്കാരൻ പിന്നെ അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്.
ഒരു വണ്ടിക്കാരൻ. അപ്പൊ പേര് വെച്ച ഫോറസ്റ്റ് ഊമനെ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് വിളിച്ചത് വിളിച്ചും മാട്ടാണ് പറഞ്ഞതിനെ കുറിച്ച്. ആരാധകരെ ശാന്തരാഗ്. ഇത് നൗഫൽ ബ്രോ ആണ്. ബ്രോ നമ്മുടെ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇതിലിങ്ങനെ നടന്നു പോയപ്പോഴാണ് ഇതിന്റെ സൗണ്ട് ഞാനിങ്ങനെ കേൾക്കണേ. ഫസ്റ്റ് ഗ്യാപ്പിലായിരുന്നു നമ്മളൊരു ഇക്ക വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ അല്ല അവിടെ പോയി. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നത് നമ്മളതിന് മുമ്പ് പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ അതിന്റെ വേറൊരു ഭാഗത്തേക്കായിരുന്നു. റോഡിന്റെ എൻഡാണത്. വില്ലേജ് ആണ്, വില്ലേജ് ഏരിയ. നമ്മുടെ വില്ലേജ് നമ്മൾ വല്ലാതെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളിവിടുത്തെ. അതൊക്കെ നമ്മളിവിടുത്തെ നല്ല അടിപൊളി വില്ലേജാണ്, നല്ല മനുഷ്യരുള്ള നല്ല വില്ലേജാണ്. 30 രൂപ പോയിന്റാണ്. ഈ ഒരു നാട്ടിലേക്കൊക്കെ ഏത് റോട്ടിനെ എവിടേക്ക് പോയാലും 30 രൂപയാണ്. 30 രൂപ പോയിന്റ്. അങ്ങനെയെങ്കിൽ ഇനിയും വണ്ടൂരിലേക്ക് തന്നെ നമ്മളിപ്പോൾ സമയം എന്താ അറിയോ, 12 മണിയായി. 12 മണി വരെ നമ്മൾ 3 ലോക്കൽ എടുത്തു. 12 മണി വരെ നമുക്ക് 3 ലോക്കൽ കിട്ടി. ഉള്ളൂ എന്നല്ല, കിട്ടി. നമ്മൾക്ക് എത്ര രൂപ കിട്ടിയാലും നമുക്ക് വരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഉള്ളൂരിൽ ഒതുക്കണില്ല, കിട്ടിയതിലാണ് ഒതുക്കുന്നത്. കിട്ടി. ഈ സൈഡിലുള്ള കണ്ടപ്പോഴായിട്ട് കപ്പാട്ടത് ഇതൊരു വലിയൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കപ്പാട്ടേക്കാണ്. അതുപോലെ തന്നെ നേരെ നോക്കിയാൽ ഞങ്ങൾക്കൊരു മല കാണാം. നമ്മളുടെ ക്യാമ്പിങ് പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മലയിലൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യുന്നതാണ്. ചെങ്ങൈമാരെ സമയം 1:20. ഇത് ജാസില്, എൻ്റെ അയൽവാസിന്റെ നാട്ടുകാരൻ. ജാസിലിന്റെ ഒരു ട്രിപ്പിലാണ്, നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഴിക്കും, കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടേ വരുള്ളൂ കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് തലവേദന ചെറിയ രീതിയിലുണ്ട്, മാറിയിട്ടില്ല. ചെങ്ങന്മാരെ ജാസിൽ വന്നതേ നമുക്കൊരു 150 രൂപ പോയിന്റിക്കാണ്. ഇവിടെ ചെറിയൊരു വെയിറ്റിങ്ങിലാണ് ഞാൻ. അത് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു, നാട്ടിൽ തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കാം. ഇതേതാണ്ട് 6.8 കിലോമീറ്റർ, 6.8 കിലോമീറ്റർ 149.25 പൈസ. ഞാൻ അതിൻ്റെ മുമ്പ് ഇതേപോലെ 3 കിലോമീറ്ററിന് 63 രൂപയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും 22.50 3 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 67.75 പൈസ 25 പൈസ എന്തോ വന്നു. അങ്ങനെ വരുമ്പോൾ അതല്ല അതിൻ്റെ കണക്ക്. 3 കിലോമീറ്ററിന് 22.50 ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്നും 3 രൂപയും 75 പൈസയും കുറക്കണം. അപ്പോഴാണ് കൃത്യമായ ചാർജ് കിട്ടുക. അതിൻ്റെ ഒരു ചാർട്ട് ലിസ്റ്റ് നമ്മളിവിടെ വണ്ടിമുണ്ട്. ഞാൻ അതിന് മുമ്പ് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചാർട്ട് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ വാടക വാങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇത് നമ്മൾക്ക് ഓർഡിനേഷൻ കമ്മിറ്റി കാര്യങ്ങൾ തീരുമാനിച്ച് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള വാടകയാണ്. ഓക്കെ, അതായത് ഞാൻ 6.8ന് 149.25 പൈസ അല്ലേ പറഞ്ഞത്. അത് നമുക്ക് വൺ സൈഡാണ്. അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് 211 രൂപയാണ്, 211.5 പൈസ. അതായത് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് റിട്ടേൺ അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണെങ്കിൽ 30 രൂപ വെച്ചാണ് കിട്ടും 1 കിലോമീറ്ററിന് കേട്ടോ. അപ്പോൾ അതും ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 210 വരിക, 200 രൂപ എന്നത് എൻ്റെ നാടാണ്, എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ നമ്മൾക്ക് കൃത്യമായ ചാർജൊക്കെ വാങ്ങല് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ 10 രൂപയൊക്കെ കുറച്ചിട്ടുള്ളൂ. റൗണ്ടാക്കി വാങ്ങിയായിരുന്നു 200 പോയി വന്നതല്ലേ. ഇപ്പൊ സമയം 2 മണിയായി. നമ്മളിപ്പോ ഞാൻ കണ്ടില്ല, ഞാനൊരു 210 200 രൂപ തന്നളി എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ കുറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയണം എത്ര രൂപയാണ് നമ്മൾ കുറച്ചിട്ടുള്ളതെന്ന്. അത് എന്നാലേ നമുക്ക് അതുകൊണ്ടൊരു ഗുണമുള്ളൂ, നമ്മൾ കുറക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറക്കുന്നത് കൊണ്ട് മറ്റുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 210 ഇനി വേറെ ആരെങ്കിലും പോകുമ്പോൾ വരേക്കുന്ന ഇതേപോലെ 210 ഓടിക്കുമ്പോൾ അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അറിയാം 210 10 രൂപ ഞാൻ കുറച്ചതാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ വീട്ടിലേക്ക് കയറാം, ഭക്ഷണം കഴിച്ചിട്ടേ പോകണുള്ളൂ. ഞാൻ കുറച്ച് ടൈം എടുക്കും പോവാം, കുറച്ചേരം കിടന്നിട്ടൊക്കെ ആക്കം പോലൊക്കെ പോകണുള്ളൂ. ഇപ്പോൾ ഡെയിലി സാമ്പാറാണ് ഞങ്ങൾക്ക് ഇവിടെ നോമ്പായിട്ട്. സാമ്പാറും ഇതെന്താ മമ്പയർ പുളിയിഞ്ചി അല്ലേ. പപ്പടം ഉണ്ട് വേണമെങ്കിൽ, പക്ഷെങ്കിൽ പപ്പടം വേണ്ട. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം. കുറച്ച് ഉറങ്ങി എണീച്ചിട്ട് പോകും കേട്ടോ. ഓക്കെ, 4:20 4:20 4:20 വരെ 4 മണി വരെ കിടന്നു. അപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട്. അപ്പോൾ പിന്നെ ഇറങ്ങാമെന്ന് കരുതി. ഇവിടെ ചോറും കൂട്ടാനുമാണ്. എന്താ കറി? താളിപ്പും ചമ്മന്തിയും ചോറും. ഓ, നല്ല പരിപാടിയാണല്ലേ.
ആയിക്കോട്ടെ ഞാൻ വരാട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമല്ല കളി. ഉച്ച വരെ നമ്മൾ കിടന്നുറങ്ങിയതാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയി. എന്തപ്പോൾ കാട്ടുന്നു. ഉച്ചയ്ക്ക് ശേഷമല്ല കളി കളിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓട്ടർഷ എവിടെ നിർത്തുകയാണെങ്കിലും ആയിക്കോട്ടെ. എനിക്കുള്ള ഒരുപാട് അടുത്തൊക്കെ ഓട്ടർഷ നമ്മൾ എവിടെ നിർത്തുകയാണെങ്കിലും താറ്റ. ഓക്കെ ഓക്കെ. നമ്മളൊരു ഗിയറിൽ മാത്രം ഇട്ടിച്ച് നിർത്തരുത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തടവ് വെച്ചിട്ട് വേണം വണ്ടി നിർത്തുക. പിന്നെ ഇതൊക്കെ ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ എന്തായാലും ഞാൻ വെക്കലുണ്ട്. അല്ലാതെ ചെറിയ ഇറക്കമൊക്കെ ആണെങ്കിൽ എന്തായാലും വെക്കണം. അങ്ങനെ ധൈര്യപ്പെട്ട് പോകാൻ വേണ്ടി പാടില്ല. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്കൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഈ ഹാൻഡ് ബ്രേക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ ഇവിടെ നിർത്തിയതായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് നേരെ ആ സൺസൈഡിൽ പോയി ഒരൊറ്റ കുത്ത മെയിൻ ക്ലാസ് അതടക്കണം. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി അങ്ങനെ വിശ്വസിച്ചാൻ വേണ്ടിയിട്ട് പറ്റൂല. തെച്ചി ഇതാണ് തെച്ചി. അപ്പോൾ അതാ പറഞ്ഞത് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിയോട്ടെ. അതെ, നമ്മളെ സുക്കൂറാണ്. ഞാൻ ഇറങ്ങിയപ്പോ കണ്ട സുക്കൂർ എന്താ വെച്ചാലേ മതില് ഒക്കെ സംഭവമാണ്. അല്ല ഈ ചെങ്ങായിനെ വിദേശത്ത് ഇറക്കിയേക്ക പണിക്ക്. ആയിക്കോട്ടെ. എത്ര തേക്കളാ അട്ടിയാ പോയി. ചെറുക്കന്മാരെ ഇതൊക്കെ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ തുടക്കക്കാലത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് സപ്പോർട്ട് കിട്ടൂലേ നമ്മുടെ നാട്ടിൽ നിന്ന്. അതിൽ പെട്ടിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. പിന്നെ അവരെപ്പം കാണുമ്പോൾ ഒരു കൊച്ചു വർത്താനെങ്കിലും പറയാതെ നമ്മളെങ്ങനെ പോവാ അല്ലേ? വെയില് കണ്ടിട്ടേ നമ്മൾ ഉച്ച വരെ ഉറങ്ങിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. കണ്ടങ്ങള് ഏതാണ്ട് ഒരു 100 മീറ്ററോളം പോകുന്നത്. നമ്മള് ഡ്രൈവറാണ് പോണേ. ഓക്കെ അല്ലേ? സമയം 4:50 നമ്മൾക്ക് ഒരു ലോക്കൽ ചെന്നോടുമ്പോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കായിരുന്നു, നിംസ് ഹോസ്പിറ്റലിലേക്ക്. ഇത് ലോക്കൽ എന്ന് പറയുമ്പോൾ 50 രൂപയാണ്. സാധാരണ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ 40 രൂപയുള്ളൂ, 30 രൂപയുള്ളൂ. പക്ഷെങ്കിൽ ഇതിന് നമ്മൾ 50 രൂപ മേടിച്ചിട്ടുണ്ട്. മേടിക്കാനുള്ള കാരണം അവർക്കൊരു ലാബിൽ പോയിട്ട് അവിടെ പോയി ടെസ്റ്റിന് കൊടുത്ത് അങ്ങനെ വരുമ്പോഴേക്ക് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും ചെറിയൊരു വെയിറ്റിങ്ങിനും ഒക്കെ പാടെയാണ് ഈ ഒരു ചാർജ് വന്നിട്ടുള്ളത്. 3:50 ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് 4:50 ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് എനിക്ക് കിട്ടിയൊരു ട്രിപ്പാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക്. അതായത് എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരത്തേക്കാണ് കിട്ടിയത്. ഇത്തരത്തിലുള്ള ലോക്കൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് നമ്മൾക്ക് ലാഭമുള്ള പരിപാടിയാണ്, ലാഭമുള്ള ലോക്കലാണ്. പക്ഷേങ്കിൽ നമുക്ക് അത് കുറച്ച് ലാഭമുള്ളതാണെങ്കിലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടവിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമല്ല, നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, കൂലി വെക്കൂല. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ടാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ അടുത്ത നോക്കാം. നേരെ പോയി കഴിഞ്ഞാൽ നിലമ്പൂരാട്ടോ. നമ്മൾ നേരെ അല്ല, നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കും. കളികാവ് റോഡാണ് നമ്മളുടെ റോഡ്. നമ്മളുടെ വീടൊക്കെ കിടക്കുന്നതൊക്കെ കളികാവ് റോഡാണ്. ഈ റോഡിന്റെ ഇടതേ സൈഡ് എൻ്റെ വാർഡാണ്, ടൗൺ വാർഡാണ് ഞാൻ. അപ്പൊ ഇടത് ഭാഗം അങ്ങോട്ട് ഞങ്ങളുടെ വാർഡാണ്. ഞാൻ എൻ്റെ വാർഡിലല്ല ജോലി ചെയ്യുന്നത്, പക്ഷേ എൻ്റെ വാർഡിൽ നിന്നാണ് ഞങ്ങൾക്ക് കസ്റ്റമർ വരുന്നത്. എൻ്റെ വാർഡാണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡാണ് സ്റ്റാൻഡ് കിടക്കുന്നത്. ശരീരം ഒക്കെ ആയി കഴിഞ്ഞാലേ നമുക്ക് ഓടാൻ എന്തിനും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വണ്ടി 4ാമത്തെ ഗ്യാപ്പിലാണ്. സാധാരണ പോലെ അല്ല, അങ്ങാടിയിൽ മൊത്തത്തിൽ ആളൊഴിവുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇവിടെ 5:30. ആളൊഴിവുണ്ട്, അതുകൊണ്ട് തന്നെ അനങ്ങനെ തന്നെ അല്ല വണ്ടി അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. മുന്നത്തെ വണ്ടി പോയിട്ടോ കോട്ടയുണ്ട്. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. നമ്മൾക്ക് എത്ര മിനിറ്റ് കൊണ്ട് ഒരു ട്രിപ്പ് കിട്ടും എന്നുള്ളത് നോക്കട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:40 ആവാനായിട്ടുണ്ട്. 5:38, 39 റേഞ്ചാണ്. എത്ര മിനിറ്റ് കൊണ്ട് ട്രിപ്പ് കിട്ടിയിട്ട് പോകും എന്നുള്ളത് നോക്കുന്നത് കാര്യമാണേ. ഇന്നൊരു സുഖമില്ലാത്തൊരു ദിവസം തന്നെയാണ്. എല്ലാവരുടെ അവസ്ഥയും മോശമാണ്. നമ്മൾക്ക് ഉറക്ക ലാഭമായി എന്നുള്ളതാണ് ചെങ്ങന്മാർ. അപ്പൊ നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രിപ്പ് അവസാനിച്ചിട്ടുണ്ട്. ലോക്കൽ തന്നെ ഒരു 40 രൂപയുടെ ട്രിപ്പായിരുന്നു. നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് 3 ഫോൺ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ഇതാണ് ഇപ്പൊ നമുക്ക് എടുക്കാൻ കൂടിയത്. എടുത്തിട്ടില്ല, പോവുകയാണ് അങ്ങോട്ട്. ഞാൻ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ഇരുടല്ലേ, രാത്രിയിൽ നമ്മുടെ വിഷ്വൽ നല്ല ക്വാളിറ്റി കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കട്ടാക്കിയിട്ടുള്ള പരിപാടി ആയിരിക്കും ഇനി ഉണ്ടാവുക. വിളിച്ചോണ്ടി
ഉണ്ടാവും, എവിടേക്കും പോകണമെന്നില്ല എന്താ. ആ 2 ദിവസം കഴിഞ്ഞാ വീട്ടിലേക്ക് പോകാൻ ഇന്നെ തന്നെ വിളിക്കണം എന്നാണ് പറഞ്ഞത്. എവിടേക്കേലൊക്കെ പോവോ, ഒരിക്കലൊക്കെ അറിയാം നമ്മൾ യാത്ര പോകുന്ന ആളാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചോദിച്ചു. ഇതൊരു 70 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഈ ഒരു ട്രിപ്പും പിന്നെ ഉച്ചയ്ക്ക് നമുക്കൊരു 200 രൂപയുടെ ട്രിപ്പും കിട്ടിയതാണ് നമുക്കിന്ന് വലിയ ട്രിപ്പുകൾ എന്ന് പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കാരക്കാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഏതാണ്ട് നമുക്കൊരു 3.5 കിലോമീറ്റർ. നമ്മൾ കൈ കളിക്കണ്ടല്ല ചെങ്ങൈമാരപ്പം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7:40 7:40 വരെ ഓടുന്നുള്ളൂ. ഇന്ന് നിർത്തിയാൻ വയ്യ അങ്ങനെ. പിന്നെ ഇന്ന് ഈ ഒരു നേരം വരെ നമ്മൾ ഓടിയിട്ടുള്ളത് 150 റുപ്യക്കാണ്. ഉച്ച വരെ 300 റുപ്യക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു 150 റുപ്യൻ്റെ ട്രിപ്പാണ്, ഓട്ടമാണ് നമ്മൾ ഓടിയത്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ലിമിനായിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.